നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ ടൈമിംഗ് ചെയിനോ കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ അറിയാൻ സാധിക്കും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു എഞ്ചിൻ്റെ പ്രധാന ഘടകം തന്നെയാണ് ടൈമിംഗ് സൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ടൈമിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ടൈമാണോ? അത് തന്നെ, ഈ ടൈം തന്നെയാണ്. കാരണം എല്ലാ കാര്യത്തിനും കൃത്യമായൊരു ടൈം ഉണ്ടെന്ന് പറയുമല്ലോ. അതുപോലെ ടൈമിങ് കൃത്യമല്ലെന്നുണ്ടെങ്കിൽ, ടൈമിങ്ങിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മെവിൻ മാത്യു 1531 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ടൈമിംഗ് ചെയിൻ പൊട്ടിയാൽ എങ്ങനെ അറിയാം? ടൈമിംഗ് ചെയിൻ പൊട്ടിയാൽ കാർ സ്റ്റാർട്ടാകുമോ? നല്ലൊരു ചോദ്യമാണ്. കാരണം കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു സംശയം കാണും, എങ്ങനെയാണ് വാഹനം വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ടൈമിംഗ് ചെയിൻ കൊണ്ട് എന്താണ് കാര്യം, എങ്ങനെയാണ് ഈ ടൈമിംഗ്, അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ ഫയറിംഗ്, വാഹനത്തിനകത്ത് ഫയറിംഗ് നടക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ ഫയറിംഗ് എല്ലാം കൃത്യമാകുന്നത്? ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ശരിക്കും ടൈമിംഗ് ചെയിൻ അല്ലെങ്കിൽ ടൈമിംഗ് ബെൽറ്റ്, ചില വാഹനങ്ങൾക്ക് ബെൽറ്റാണ് വരുന്നത്, ചില വാഹനങ്ങൾക്ക് ചെയിനാണ് വരുന്നത്. ചെയിനും പൊട്ടും ബെൽറ്റും പൊട്ടും, രണ്ടും പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ചെയിന് കുറച്ചുകൂടെ സ്റ്റിഫറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി സ്റ്റിഫറാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കെ സീരീസ് വാഹനങ്ങൾക്കൊക്കെ കൂടുതലും വരുന്ന ടൈമിംഗ് ചെയിനാണ് വരുന്നത്. ചെയിൻ വരുന്ന വാഹനങ്ങൾ, പെട്രോൾ സീരീസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ചെയിൻ വരുന്ന വാഹനങ്ങൾക്ക് ഒരു ലൈഫ് ടൈമാണ് അതിൻ്റെ പീരീഡ് പറയുന്നത്. പക്ഷേ എന്തെങ്കിലും കാര്യത്തിനൊക്കെ നമ്മൾ അഴിക്കുകയോ അല്ലെങ്കിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മോശമായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്ത് വിടാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, അതവിടെ മാറ്റി വയ്ക്കാം. എന്നാൽ ഡീസൽ വാഹനങ്ങൾക്ക് ശരിക്കും ചെയിനും സ്പ്രോക്കറ്റും ഒക്കെ തന്നെയാണ് വരുന്നത്. നമ്മുടെ സാധാരണ ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റാണ് വരുന്നത്. ഈ ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റ് വലിയാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതിനൊക്കെ ഒരു 1,50,000 കിലോമീറ്റർ ഒരു കാലാവധി പറയുന്നത്. അല്ലെങ്കിൽ ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് അത് മാറി വിടണം എന്ന് പറയുന്നതിൻ്റെ കാര്യം അത് തന്നെയാണ്. കാരണം ടൈമിംഗ് ചെയിൻ മാറിയില്ലെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോയാൽ എന്താണ് സംഭവിക്കുന്നത്? ശരിക്കും നമ്മുടെ വാഹനത്തിൽ എത്രത്തോളം ഫ്യൂവൽ ഇഞ്ചെക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫ്യൂവൽ ഇഞ്ചെക്റ്റ് ചെയ്യേണ്ടത് എപ്പോഴാണെന്നുള്ളതും, എപ്പോഴാണ് കറണ്ട് കൊടുക്കേണ്ടത്, അതായത് സ്പാർക്ക് പ്ലഗിലോട്ട് കറണ്ട് കൊടുക്കേണ്ടത് എപ്പോഴാണെന്നും ഒക്കെ ഉള്ളത് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ വാഹനത്തിൻ്റെ സിലിണ്ടറിനകത്ത്, അതായത് ഒരു 4 സിലിണ്ടർ എഞ്ചിൻ ആണെങ്കിൽ ഒരു സിലിണ്ടർ മാത്രം നോക്കാം, സിംഗിൾ സിലിണ്ടർ വാഹനത്തിൻ്റെ ജസ്റ്റ് നോക്കാം. ഇതിനകത്ത് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ എഞ്ചിനകത്ത് വരുന്നൊരു പിസ്റ്റനാണ്. പിസ്റ്റൻ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പിസ്റ്റൻ ഇതിനകത്തോട്ട് വാക്യൂം വലിച്ചെടുക്കും, അതായത് ഇതിനകത്തോട്ട് എയർ വലിച്ചെടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഫ്യൂവൽ സ്പ്രേ ചെയ്യും. ഫ്യൂവൽ സ്പ്രേ ചെയ്യുന്നത് ഇതൊക്കെ ടൈമിംഗ് ആണ്. അതായത് വാഹനത്തിൻ്റെ പിസ്റ്റൻ താഴോട്ട് പോകുന്ന സമയത്താണ് വലിച്ചെടുക്കുന്നത്, അതായത് എഞ്ചിനിലോട്ട് അല്ലെങ്കിൽ ആ സിലിണ്ടറിനകത്തോട്ട് എയറിനെ വലിച്ചെടുക്കുന്നത്. ഈ പുറത്തുനിന്നുള്ള എയറിനെ വലിച്ചെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ വാഹനത്തിനകത്തുള്ള ഇഞ്ചക്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ഇഞ്ചക്ടർ അറിയുന്നത്? നമ്മുടെ വാഹനത്തിൻ്റെ താഴെ വരുന്ന, അതായത് നമ്മുടെ എഞ്ചിനിൽ സെൻസേഴ്സ് ഉണ്ട്. അതായത് എഞ്ചിനിൽ സെൻസേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റ്, അതായത് നമ്മുടെ പിസ്റ്റൺ കണക്ട് ചെയ്യുന്ന ഒരു കണക്റ്റിംഗ് റോഡിലാണ്. കണക്റ്റിംഗ് റോഡ് വഴി നേരെ ക്രാങ്ക് ഷാഫ്റ്റിലോട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുന്നതിൻ്റെ പൊസിഷൻ എടുക്കുന്നുണ്ട്. അതായത് ക്രാങ്ക് ഷാഫ്റ്റ് എത്രത്തോളം കറങ്ങി അല്ലെങ്കിൽ ഏതൊരു പൊസിഷനിലാണ് നിൽക്കുന്നതൊക്കെ അറിയാൻ വേണ്ടി ഒരു ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ വരുന്നുണ്ട്. CMP എന്ന് പറയും. മേളിൽ ക്യാം ഷാഫ്റ്റ് ഉണ്ട്. വാൽവിനെ ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യണം. അതായത് അകത്തോട്ട് എയർ എടുക്കണമെന്നുണ്ടെങ്കിൽ, എഞ്ചിനകത്തോട്ട് എയർ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു വാൽവ് തുറക്കണമല്ലോ. നമ്മൾ സാധാരണ ഒരു പൈപ്പൊക്കെ തുറക്കുന്നിട്ട് വാൽവ് തുറക്കുന്ന, ഈ വാൽവിനെ തുറക്കുന്ന ക്യാം എന്ന് പറയുന്ന യൂണിറ്റാണ്. ഈ ക്യാം ഒരു വാൽവിനെ ഓപ്പൺ ചെയ്യുക. ക്യാം എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇതിപ്പോൾ ഒരു വാൽവാണെന്ന് സങ്കല്പിക്കുക. ഇതിനെ താഴോട്ടൊന്ന് തള്ളി കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് ക്യാം. ഇത് കറങ്ങുന്ന റോട്ടറി ടൈപ്പാണ്. ഈ ക്യാമിൻ്റെ സൈഡിൽ ഒരു സെൻസർ വരുന്നുണ്ട്, CMP, ക്യാം ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ എന്ന് പറയും. മറ്റേത് CKP, ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 സെൻസേഴ്സ് വരുന്നുണ്ട്. ഈ സെൻസേഴ്സിൽ നിന്ന് നമ്മുടെ വാഹനത്തിൽ ഡേറ്റ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സെൻസർ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ സെൻസറിന് ഡേറ്റ കിട്ടണമെന്നുണ്ടെങ്കിലും ഈ 2 കാര്യങ്ങളും, അതായത് ക്യാം ഷാഫ്റ്റും ക്രാങ്ക് ഷാഫ്റ്റും ക്യാം ഷാഫ്റ്റും കൂടെ കണക്ട് ചെയ്തിട്ട് ഇതൊന്നിച്ച് കറങ്ങിയാൽ മാത്രം, കൃത്യമായിട്ടുള്ള രീതിക്ക് കറങ്ങിയാൽ മാത്രമേ ഉള്ളൂ വാൽവ് ഓപ്പണും ക്ലോസും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനെ കൃത്യമാക്കുന്ന ഒരു യൂണിറ്റാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയുള്ള യൂണിറ്റാണ് ടൈമിംഗ് ചെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടൈമിംഗ് ബെൽറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബെൽറ്റ് ഇടുന്നത് കൃത്യമല്ലെന്നുണ്ടെങ്കിൽ, അതായത് ഇടുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലോ ടൈമിംഗ് കൃത്യമല്ലെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വാഹനത്തിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ടാവത്തില്ല. അപ്പോൾ പൊട്ടിപ്പോയോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. ചുമ്മാ എഞ്ചിൻ കിടന്നിങ്ങനെ കറങ്ങുന്ന ഒച്ച കേൾക്കാമെന്നല്ലാതെ ഒരു കാരണവശാലും അവിടെ ഒരു ഫയറിങ്ങോ കാര്യങ്ങളോ ഒന്നും നടക്കത്തില്ല. വാഹനത്തിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാഹനത്തിൻ്റെ ടൈമിംഗ് ചെയിൻ പൊട്ടിപ്പോകും അല്ലെങ്കിൽ ടൈമിംഗ് ബെൽറ്റ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പണിപ്പാളി. പക്ഷേ പൊട്ടുന്ന സമയത്ത് വേറൊരു പ്രശ്നം കൂടെ, കൃത്യമായിട്ട് മാറാതെ പോകുന്ന വാഹനങ്ങൾക്ക് മാത്രമുള്ള കാര്യമാണ് ഞാനീ പറഞ്ഞത്. സർവീസ് പ്രോപ്പർ അല്ല, കൃത്യമായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും നോക്കുന്നില്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ടൈമിംഗ് ചെയിൻ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എഞ്ചിൻ പണിയിലോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലർ ചിന്തിക്കുന്നത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് മാറിയാൽ പോരെ. അല്ല, ഇത് പൊട്ടുന്ന സമയത്ത് വാൽവേലോ വല്ല പിസ്റ്റൺ ഇടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കൃത്യമായിട്ടുള്ള ടൈമിങ്ങിലല്ല ഈ കാര്യം നടക്കുന്നതെങ്കിൽ പണി പാളുന്നതായിരിക്കും. ശരിക്കും നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ പണി വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഒരു കാരണവശാലും വാഹനത്തിൻ്റെ സർവീസ് മിസ് ചെയ്യാതെ എല്ലാ സർവീസും കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നവും നിങ്ങളുടെ വാഹനത്തിന് വരുന്നതായിരിക്കത്തില്ല.